ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതി ശരത്ത് എന്തെങ്കിലും കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് വിട്ട ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഒന്നും കഴിച്ചില്ല എന്നൊക്കെ രേണു അമ്മയും പറയാണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ രേവതി ഞാൻ പോയി ജ്യൂസ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ശരത്താണെങ്കിലോ തന്നെ സച്ചിയേട്ടൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് കാർ സ്റ്റാൻഡിലാകട്ടെ സംസാരം എന്നത് സച്ചി എന്തായാലും ആന്റണിയെ ഉപദ്രവിക്കേണ്ടായിരുന്നു. ആന്റണി ഇത്രമാത്രം ചെയ്തുകൊണ്ട് എന്താ ഇനി സംഭവിക്കാൻ പോകുന്ന അറിയാൻ പാടില്ല. ആന്റണി ആകെ ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. കാർ സ്റ്റാൻഡിലുള്ള നമ്മൾ മിക്കവരും തന്നെ ആന്റണിയിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ കാർ സ്റ്റാൻഡിലുള്ളവരെന്നെ സംസാരിക്കുന്ന സമയത്ത് മഹേഷ് പറയുകയാണ്, ആന്റണിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവന്റെ അനിയനല്ലേ ശരത്ത്, അവനിങ്ങനെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കൂട്ടുകാരന്മാരെ കൂടി പറയുന്നത് സച്ചിയുടെ ദേഷ്യമാണ് ഇതിനെല്ലാം കാരണം, ഇവനിങ്ങനെ ദേഷ്യപ്പെടുന്നതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവാന്നൊക്കെ എന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ഒരു അക്ഷരം മിണ്ടാതിരിക്കേണ്ട സച്ചി വേഗം തന്നെ മഹേഷ് സച്ചിയുടെ അടുത്തുകൊണ്ട് ചോദിക്കുന്നത്, എന്തായാലും സച്ചി നീ ചെയ്തത് മോശമായിപ്പോയി, ഒന്നുമല്ലെങ്കിൽ രേവതിയുടെ അനിയനല്ലേ അവൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ത് മോശമായിപ്പോയി, അവൻ ചെയ്ത പ്രവൃത്തി എന്താ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ മഹേഷിന് നേരെ തിരിയുന്ന സമയത്താണ് ബാക്കിലുള്ളവരായിട്ട് നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നത്. പറയാൻ വന്ന കാര്യം വേഗം തന്നെ സച്ചി അവിടെ നിർത്തുക കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹേഷിന് മനസ്സിലാവുകയാണ് തന്നോട് മാത്രമായിട്ട് സച്ചിക്ക് എന്തോ പറയാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. വേഗം തന്നെ മഹേഷ് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ഇവൻ ഭയങ്കര ദേഷ്യത്തില്ല, എന്തായാലും ഞാൻ ഇവനായിട്ടും സംസാരിക്കുന്നത്, നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ പോയിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് മഹേഷ് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എല്ലാവരും പോയി കഴിയുമ്പോൾ തന്നെ മഹേഷ് സച്ചിയുമായിട്ട്, നിനക്ക് എന്താ പ്രശ്നം, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ ശരത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തതായിരുന്നു, ഇതറിഞ്ഞു കഴിഞ്ഞാൽ രേവതിയുടെ ഭാഗത്ത് നിന്ന് എന്താ പ്രതികരണം നിനക്ക് ഏകദേശം ചിന്തിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ മഹേഷ് പറയുന്ന സമയത്ത് അവനെന്താ ചെയ്തത് നിനക്കറിയാമോ, അതേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശരത്തും ആന്റണിയും കൂടെ കൂടിയിട്ട് ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ അത് മഹേഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ മഹേഷ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ശരത്ത്, ശരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല, ഇത് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും തൻ്റെ ഒരു സുഹൃത്ത് സ്റ്റുഡിയോയിലുണ്ടെന്നും അദ്ദേഹം വഴിയാണ് ഈ ഒരു വീഡിയോ തനിക്ക് ലഭിച്ചതെന്നും ഇത് കണ്ട സമയത്ത് താനാകെ ഷോക്കായി പോയ രീതിക്ക് നമ്മുടെ സച്ചി സംസാരിക്കുകയാണ്. വേഗത്തിന് മഹേഷ് പറയുന്നുണ്ട്, ഇവർ ഇത്രയും ഭീകരനായിരുന്നു, ഇവൻ ആന്റണിയുടെ കൂട്ടുകൂടി നശിക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതേടെ ഇവൻ അന്വേഷിച്ചാൽ ഇവന്റെ വീട്ടിൽ പോയിരുന്നു. ആ ഒരു സമയത്ത് അമ്മയുടെ രേണുവിന്റെ ഒക്കെ സംസാരം കേൾക്കണം, ഇവനെക്കുറിച്ച് എതിരും പ്രതീക്ഷയാണെന്നറിയാവോ. അതുമാത്രമല്ല നാട്ടിൽ വന്ന സമയത്ത് രേവതി സംസാരിച്ച് നീ കേട്ടില്ലേ, അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ശരത്തിനെ കുറിച്ച്, അതെല്ലാം തകർക്കുന്ന രീതിക്കാണ് ഇവൻ പെരുമാറുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തൊക്കെ വന്നാലും നീ ശരത്തിന്റെ കൈ ഒടിക്കരുതായിരുന്നു, എന്താ ചെയ്തുകൊണ്ട് ഇനി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്നൊക്കെ നമ്മുടെ മഹേഷ് പറയുമ്പോഴത്തേക്കും അവന്റെ ഒരു കൈയല്ലായിരുന്നു ഒടിക്കട്ടെ, അവന്റെ രണ്ട് കൈ ഒടിച്ചിട്ടുണ്ടായിരുന്നു, പറ്റുവാണെങ്കിൽ രണ്ട് കാലും കൂടെ ഒടിക്കണമായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും ഇനി അതിൻ്റെ കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ, നിനക്കൊന്ന് അവനെ മാറ്റി നിർത്തി സംസാരിച്ചു കൂടായിരുന്നു, ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും അവനോട് മാത്രമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാനൊന്ന് ശ്രമിച്ചായിരുന്നു മഹേഷ്, അവനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു, വീട്ടിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്, പക്ഷേ അമ്മയുടെ രേണുവിൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോൾ എനിക്കത് തോന്നിയില്ല. മാത്രമല്ല അവൻ കോളേജിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് അവൻ കോളേജിൽ വന്നിട്ട് ദിവസങ്ങളായി എന്നാണ് അവൻ്റെ സുഹൃത്തുക്കളെ പറഞ്ഞത്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ആലോചിച്ച് ഞാൻ വരുന്ന സമയത്താണ് ഇവിടെ വന്നപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നതും അവൻ നിന്നെ തല്ലുന്നത് കാണുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യവും അതുമാത്രമല്ല അമ്മയുടെ രേണുവിൻ്റെ രേവതിയുടെയൊക്കെ പ്രതീക്ഷ അവൻ നശിപ്പിച്ചല്ലോ എന്നൊക്കെ ഓർത്ത സമയത്ത് ആ ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ സച്ചി പറയാം കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തായാലും ഈ ഒരു പ്രശ്നം രേവതി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ബാധിക്കുന്നതായിരിക്കും എന്നൊക്കെ മഹേഷ് പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഈ ഒരു വീഡിയോ രേവതി കാണാതിരുന്നാൽ മതി, രേവതി എന്നാൽ ആരും കാണരുത്, നിനക്കറിയാലോ നേരത്തെ ശരത്ത് ഇതുപോലെ ബൈക്ക് മോഷ്ടിച്ച സമയത്ത് അമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയാലോ, അതിൻ്റെ പേരിൽ ഇപ്പോഴും രേവതി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പം മനഃപൂർവ്വം അവൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേവതിക്ക് ഞാൻ വീട്ടിൽ നിൽക്കാനും സാധിക്കില്ല, അതേ രീതിയിൽ തന്നെ അമ്മ പെരുമാറും എന്നൊക്കെ മഹേഷിനോടൊക്കെ ആയിട്ട് സച്ചി പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല ഈ ഒരു വീഡിയോ തൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും മഹേഷ് അത് തടയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, കാരണം ഒരു കാലത്തുനിന്നും ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, കാരണം പിന്നീട് നമ്മുടെ ശരത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല, താൻ തെറ്റുകാരനല്ല എന്ന രീതിക്കൊക്കെ വാദിക്കുന്ന സമയത്ത് നിന്റെ കയ്യിൽ തെളിവ് വേണം. മാത്രമല്ല നീ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആന്റണി ശരത്തും പറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു മോഷണം അവർ നടത്തിയിട്ടില്ല എന്ന്, അതിനെല്ലാം ഈ ഒരു തെളിവ് നിനക്ക് ആവശ്യമാണ് സച്ചി, നീ ഇത് ഡിലീറ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ് കേട്ടോ. അതേ സമയം തന്നെ നമ്മുടെ രേവതി ശരത്തിന് വേണ്ടിയുള്ള ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അത് രേണുവിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ശരത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് ശരത്ത് ഡോക്ടറെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന് രേണു
മറുപടി പറയാനായിട്ട് വേഗം തന്നെ ഞാൻ സച്ചിയേട്ടനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സച്ചിയെ വിളിച്ചിട്ട് പറയാണ്, സച്ചിയേട്ടാ വേഗം വന്നെ, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണെന്ന് പറയുന്ന സമയത്ത് എന്ത് പറ്റി, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കല്ല സച്ചിയേട്ടാ, ശരത്തിനാണ്, അവൻ ബൈക്കിൽ നിന്ന് വീണു, അവൻ്റെ കൈക്ക് നല്ല പരിക്കുണ്ട് സച്ചിയേട്ടാ, എനിക്ക് ആകെ പേടിയാകുന്നു, സച്ചിയേട്ടാ വേഗം ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വരാൻ പറ്റില്ല, ഞാനൊരു ട്രിപ്പ് പോവുകയാണെന്ന് സച്ചി പറയുകയാണ്. വേഗം തന്നെ രേവതിയുടെ മുഖം വല്ലാതാവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, ശരത്തിനേക്കാളും വലുതാണ് സച്ചിയുടെ ട്രിപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ലോങ് ട്രിപ്പാണ് രേവതി, എന്തായാലും ക്യാൻസൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല, നീ ഉണ്ടല്ലോ അവിടെ, പിന്നെ ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്, ഞാൻ വന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിയേട്ടൻ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് രേവതി ചോദിക്കുകയാണ്. എനിക്ക് എന്തായാലും ട്രിപ്പ് പോകാതിരിക്കാൻ പറ്റില്ല രേവതി, എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കിക്കണ്ടും ചെയ്താൽ മതി എന്ന് സച്ചി മറുപടി പറയുമ്പോഴത്തേക്കും ശരി സച്ചിയേട്ടൻ വൈകിയാണെങ്കിലും ഒന്ന് വരൂലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞാൻ ലോങ് ട്രിപ്പാണ് പോകുന്നത്, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു സച്ചി കോള് കട്ട് ചെയ്യുകയാണ്. സച്ചിയുടെ പ്രതികരണം വല്ലാത്ത രീതിയിൽ തന്നെ രേവതിയെ ബാധിക്കുകയാണ് കേട്ടോ. തിരിച്ച് റൂമിലേക്ക് വരുന്ന സമയത്താണ് ലക്ഷ്മി ശരത്തിനെ കൂട്ടിക്കൊണ്ട് വാർഡിലേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആകെ പേടിയാവുന്ന മോളെ, ഡോക്ടർ അഡ്മിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പോൾ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, ഇവൻ്റെ പഠിത്തത്തിൽ ഇതൊക്കെ ബാധിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ കരയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയണം, അമ്മ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് രേണു ചോദിക്കുകയാണ്, എന്ത് പറഞ്ഞു? ഈ ഒരു സമയത്ത് രേണു ചോദിക്കുന്നുണ്ട്, സച്ചിനെ വിളിച്ചിട്ട് സച്ചിയേട്ടൻ വരുമോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്ന് രേവതി മറുപടി പറയുകയാണ്. ഇല്ലേ, അപ്പോൾ ശരത്ത് ഇങ്ങനെ പാടില്ല എന്ന് ചേച്ചി പറഞ്ഞില്ലേ എന്ന് രേണു വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സച്ചിയുടെ ലോങ് ട്രിപ്പ് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വരില്ല എന്നാ പറഞ്ഞത് എന്ന് രേവതി മറുപടി പറയുകയാണ്. ഈ ആകുമ്പോഴത്തേക്കും ശരത്തിന് ഭയങ്കര സന്തോഷമാവണം കേട്ടോ. വേഗം തന്നെ ശരത്ത് ചോദിക്കുകയാണ്, വേഗം സച്ചിയേട്ടൻ പറഞ്ഞോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറെന്ത് പറയാനാ എന്ന് രേവതി ചോദിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ ഒന്നുമില്ല, സച്ചിയേട്ടൻ എന്നെപ്പറ്റി വല്ലതും അന്വേഷിച്ചു എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് ശരത്ത് ഇങ്ങനെ തപ്പി നിറഞ്ഞ് പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ ലക്ഷ്മി പറയുകയാണ്, സച്ചിമോൻ ഓട്ടം കിട്ടിയിട്ടല്ലേ പൊക്കോട്ടെ, അല്ലെന്നാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വേഗം വരുന്നതല്ലേ, ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളൂ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ പെരുമാറ്റവും മറ്റും നേരിട്ട് കേട്ടത് രേവതി ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു പന്തികേട് രേവതിക്ക് തോന്നുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആകെ സങ്കടത്തിലാണ് രേവതി വീട്ടിലേക്ക് കയറി വരുന്നത്. ഈ ഒരു സമയത്ത് ഹാളില് രവിയും ചന്ദ്രയും സുധിയും എല്ലാവരും തന്നെ ഉണ്ടാവുമേ. വരുന്ന വഴി തന്നെ രേവതിയോട് ശരത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ശരത്തിന് ആകെ സുഖമില്ല, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ അവനുണ്ടായിട്ടുണ്ട്, അവന്റെ കൈക്ക് നല്ല പെയിൻ ഉണ്ടെന്നൊക്കെയാണ് രേവതി സംസാരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റിയതാ നിന്റെ അനിയനെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. വേഗത്തിന് ബൈക്ക് എടുത്തോണ്ട് പോയ സമയത്ത് അവൻ വീണതാണെന്ന് രേവതി പറയാണ് കേട്ടോ. അതിന് നിന്റെ അനിയന് ബൈക്ക് ഇല്ലല്ലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും ആരുടെയെങ്കിലും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കുമെന്ന് സുധി മറുപടി പറയുമ്പോഴത്തേക്കും രവി വേഗം തന്നെ പറയുകയാണ്, നീ എന്താ അമ്മയുടെ ഡ്യൂട്ടി ഏറ്റെടുത്തോ? രവി ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അല്ല അവൻ പറയുന്നതിൽ എന്താ തെറ്റ്, അവനിവിടെ ഒന്ന് കാട്ടിക്കൂട്ടിയത് കണ്ടല്ലേ, അതുപോലെ തന്നെ ആരെങ്കിലും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് പോലീസ് പിടിക്കാൻ വന്നതായിരിക്കും, അന്നേരമായിരിക്കും വീണതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല, നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനിപ്പോൾ നല്ലൊരു ജോലിക്കാണ് പോകുന്നത്, പാർട്ട് ടൈം ആയിട്ട് തന്നെ ജോലിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകാന്തും പക്ഷേ വരുന്നത്. വന്ന ഉടനെ തന്നെ ശരത്തിന്റെ വിശേഷങ്ങളൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിക്കാണ് ശരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിൽ നിന്ന് സച്ചി ഇറങ്ങി വരുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രേവതി ആകെ വല്ലാതാവുകയാണ്. എന്നിട്ട് സച്ചിയുടെ അടുത്തുണ്ട്, നിങ്ങളിവിടെ ഉണ്ടായിട്ടാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരാറുന്നത്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയും സുധിയും എല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. ഈ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട്, അമ്മേ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവളുടെ വീട്ടിലേക്ക് പോകുന്ന ആൾ ഇതിപ്പോൾ എന്തോ പോകാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ മോൻ, എന്തായാലും നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കൂടെ കൂടി സച്ചി രേവതിയും വഴക്കുണ്ടാക്കുന്ന ആസ്വദിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ സച്ചി ഹോസ്പിറ്റലിലേക്ക് പോയില്ല എന്നറിയുമ്പോഴത്തേക്ക് രവി വേഗം ചോദിക്കുകയാണ്, സച്ചി നീ ഹോസ്പിറ്റലിലേക്ക് പോയില്ലായിരുന്നോ, നീ എത്ര നേരമായി വന്നിട്ട് നീ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ പണ്ടേക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടേനെ എന്നൊക്കെ രവി പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, അവർ ലോങ് ട്രിപ്പാണ് അച്ഛാ പിടിച്ചത്, പകുതിക്ക് വെച്ച് ക്യാൻസൽ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയാം കേട്ടോ. വേഗം തന്നെ രേവതി പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പാടില്ലായിരുന്നോ, ഞങ്ങൾക്കൊരു ചെറിയ സമാധാനം ആവുകയില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടിവിയിൽ ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ വേഗം അസുഖം മാറിപ്പോണം, അതുപോലെയുള്ള ദിവ്യശക്തിയൊന്നും എനിക്കില്ല, അവൻ്റെ അസുഖം മാറണമെങ്കിൽ അവനെ ഡോക്ടറെ തന്നെ കാണിക്കാം, അല്ലാതെ എന്നെ കണ്ടതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നൊക്കെ സച്ചി പറയാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കരമായിട്ട് തന്നെ സങ്കടമാവുന്നുണ്ട്. രേവതിയാണെങ്കിലും തൻ്റെ ഉള്ള സങ്കടങ്ങളെല്ലാം തീർക്കുന്ന രീതിയിൽ തന്നെയാണ് സച്ചിയോട് പെരുമാറുന്നത്. രണ്ടുപേരും തമ്മിൽ പിണങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് ആകെ സന്തോഷം നിൽക്കുകയാണ് നമ്മുടെ സുധിയും തന്നെ. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.